പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ബാലമുരുകന് 53ഓളം കേസുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും തമിഴ്നാട് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. തമിഴ്നാട്ടിലെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനും അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിനുമൊക്കെ തന്നെയായാണ് ഈ തമിഴ്നാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം തൃശ്ശൂരിലേക്ക് എത്തിച്ചു. തൃശ്ശൂരിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ കുറച്ച് അകലെയായി ഇയാൾക്ക് ഭക്ഷണം വാങ്ങി നൽകി. ആ ഒരു സമയത്ത് കൈവിലങ്ങുകൾ അഴിച്ചിരുന്നു എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. കൂടാതെ വിയ്യൂരിൽ എത്തിയ ശേഷം ഇയാൾക്ക് വെള്ളം കുടിക്കണം, അതിനോടൊപ്പം തന്നെ മൂത്രമൊഴിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് ഒരു പോലീസുകാരൻ ഇയാളുടെ കൂടെ പുറത്തേക്ക് കാറിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 9:45 കൂടിയാണ് വിയ്യൂർ പോലീസിന് ഇയാൾ ചാടിപ്പോയി എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. ഈ സമയം ഒരു തമിഴ്നാട് പോലീസിൽ നിന്നുള്ള ഒരു SIയും 2 കോൺസ്റ്റബിൾമാരുമാണ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും ബാലമുരുകനെ കണ്ടെത്താനുള്ള ശ്രമം ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. അതിനോടൊപ്പം തന്നെ ഇയാൾ മോഷണം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇതിനെ ചെറുക്കുകയാണെങ്കിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ദേവികുളം പോലീസിൻ്റെ പരിധിയിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇയാളെ ഈ വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ സുരക്ഷ പോരാ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും നഗരം വിട്ടു പോയിട്ടില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് പോലീസുള്ളത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.